നിർമ്മൺ ഇപ്പോൾ അവസാനഘട്ട പ്രചരണത്തിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. പ്രചരണം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? തീർച്ചയായും അവസാനഘട്ട വോട്ടർമാരെ അവസാനം ഒരു നോക്ക് കാണുക എന്നത് ഏറെ നിർണായകമാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഓരോ വോട്ടും നിർണായകമാണ്. ഇനിയുള്ള മണിക്കൂറുകളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖവരെ സൂചിപ്പിച്ചതുപോലെ നിർണായകമാണ്. വോട്ടുകളിൽ അടിയൊഴുക്ക് ഉണ്ടാകാതെ സൂക്ഷിക്കുക, പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകും, ആ സമ്മർദ്ദങ്ങളെ അതിജീവിക്കുക, തനിക്ക് തൻ്റെ പെട്ടിയിലേക്ക് വീഴുമെന്ന് ഉറപ്പുള്ള വോട്ടുകളെ ഒരിക്കൽ കൂടി ഉറപ്പിക്കുക. അതുകൊണ്ട് മാസ് വളരെ പ്രവർത്തകരുടെയൊക്കെയുള്ള സ്ക്വാഡാണ്. ഒപ്പം തന്നെ ഇന്നത്തെ കൊട്ടിക്കലാശം ഏറെ നിർണായകമാണ്. കൊട്ടിക്കലാശത്തിന് എന്തൊക്കെ സസ്പെൻസാണ് ഓരോ സ്ഥാനാർത്ഥികളും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പോരാട്ടത്തിൻ്റെ വീറും വാശിയൊക്കെ തന്നെ എല്ലായിടത്തും ഉണ്ടാവും. നമ്മളിപ്പോൾ ഉള്ളത് ചാല വാർഡിലാണ്. ചാല വാർഡിലെ എസ് ഐ സുന്ദർ എന്ന LDF-ന്റെ CPM-ന്റെ സ്ഥാനാർത്ഥിക്കൊപ്പമാണ് ചേരുന്നത്. എസ് ഐ സുന്ദറിനെ തലസ്ഥാനത്ത് നിവാസികൾക്കറിയാം. ഒരു കാലത്ത് SFIയുടെ ഒരു തിരുവനന്തപുരത്ത് നയിച്ചിരുന്ന പോരാട്ടങ്ങളിലൊക്കെ തന്നെ നയിച്ചിരുന്ന ഒരു നേതാവാണ്. SFIയുടെ ജില്ലാ ഭാരവാഹിയായിരുന്നു, DYFIയുടെ ഭാരവാഹിയായിരുന്നു, പാർട്ടിയുടെ വിഭജന സംഘടന SFIയുടെ ഏരിയ സെക്രട്ടറി, DYFIയുടെ ഏരിയ സെക്രട്ടറി, CPM-ന്റെ ഏരിയ സെക്രട്ടറി ഏകദേശം 10 വർഷക്കാലം തുടർച്ചയായി ഉണ്ടായിരുന്ന ആളാണ്. ഈ പ്രദേശത്ത് ജനങ്ങളുമായി അത്രയേറെ ബന്ധമുള്ള SFI കാലത്തൊക്കെ നമ്മുടെയൊക്കെ ഒരു SFIയുടെ ഓർമ്മയിൽ സുന്ദരണ്ണനാണ്. എല്ലാവർക്കും സുന്ദരണ്ണനാണ്. സുന്ദരണ്ണൻ ഈ ചാലയുടെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിബന്ധമുള്ള ഒരാളാണ്. ഈ ഏകദേശം 2 തവണകളായി നമുക്ക് കൈവിട്ടുപോയ LDF-ന് കൈവിട്ടുപോയ വാർഡ് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ഈ പ്രദേശത്തെ ജനകീയനായ ഒരാളിനെ തന്നെയാണ് LDF രംഗത്തിറക്കിയിട്ടുള്ളത്. സുന്ദരണ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കാരണം സുന്ദരണ്ണനോട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പോരാട്ടത്തിൻ്റെ ചൂടുകൂടി നമുക്കറിയാം. അത് ജനങ്ങൾക്ക് വ്യക്തമാവുകയില്ല. എങ്ങനെയാണ് ഈ അവസാന നിമിഷമാണ്, ഓരോ വോട്ടർമാരെ കാണാനുള്ള തിരക്കിലാണ്, പ്രവർത്തകരെല്ലാം ആവേശത്തിലാണ്. ഇന്ന് വൈകിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ കൊട്ടിക്കലാശത്തിനുള്ള തയ്യാറെടുപ്പ്? വൈകിട്ട് കൊട്ടിക്കലാശം ഞങ്ങൾ 4 മണിക്ക് ചെന്നിട്ട ദേവീക്ഷേത്രത്തിൽ അവിടെ നിന്നാണ് ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. കിള്ളിപ്പാലത്ത് നമ്മൾ സമാപിക്കും. അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുമായിട്ടുണ്ട്. വലിയ ആവേശത്തിലാണ് സഖാക്കൾ. കാരണം ഈ വാർഡ് തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് നമ്മുടെ സഖാക്കൾ എല്ലാവരും മുന്നോട്ട് പോകുന്നത്. വളരെയധികം സന്തോഷത്തിലാണ് സഖാക്കളെല്ലാം. കാരണം ജനങ്ങളുടെ പ്രതികരണം അതിനനുസരിച്ച് ഉണ്ട് എന്നുള്ളതാണ് ആ ആവേശത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം. നമ്മുടെ പ്രവർത്തകരുടെ മാത്രം ആവേശമല്ല, ജനങ്ങൾക്കാകെ ഇതൊരു മാറ്റം വരണം എന്ന് ചിന്തിക്കുന്നത്. കാരണം 10 വർഷക്കാലമായി ഒന്നും നടക്കാത്ത വാർഡാണ് ഈ വാർഡ്. അതുകൊണ്ട് തന്നെ ഒരു മാറ്റം വരണം എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലുള്ള പ്രതികരണം. അത് ഏത് ജനങ്ങളോട് ചോദിച്ചാലും മനസ്സിലാവും. ഈ BJP-യുടെ കൈവശമുള്ള സിറ്റിംഗ് വാർഡുകളെ സംബന്ധിച്ചുള്ള പരാതി അവരിപ്പോൾ വീണ്ടും ആവർത്തിച്ച് പറയുന്ന പുതിയ പ്രഖ്യാപനങ്ങൾ, പുതിയ വാഗ്ദാനങ്ങളാണ്. ഇനി അധികാരം കിട്ടുകയാണെങ്കിൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തി പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തും. പക്ഷേ ഈ അവർ ഭരിക്കുന്ന വാർഡുകളിലെല്ലാം വലിയ തരത്തിലുള്ള വികസന മുരടിപ്പുണ്ട്, അവസരങ്ങൾ വിനിയോഗിച്ചിട്ടില്ല. അവരുടെ ഈ പൊള്ളയായ വാഗ്ദാനത്തെ ജനങ്ങൾ തള്ളിക്കളയുമോ ചാലയിൽ? 100%. കാരണം ഇതിൻ്റെ തൊട്ടടുത്ത വാർഡാണ് വലിയശാല, തൊട്ടപ്പുറത്തെ വാർഡാണ് ആറ്റുകാൽ. ഈ 2 വാർഡിലും കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് മാത്രം ഏകദേശം 40-50 കോടി രൂപയുടെ വർക്ക് നടന്നു. ഈ വാർഡിനകത്ത് യഥാർത്ഥത്തിൽ ഒരു വർക്ക് നടന്നിട്ടില്ല. സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി നഗരസഭ തയ്യാറാക്കിയ ഒരു പ്ലാനിൻ്റെ ഭാഗമായി സ്മാർട്ട് സിറ്റിയുടെ ചില റോഡുകൾ ഇവിടെ നന്നാക്കിയത് ഒഴിച്ചാൽ അത് കൗൺസിലർക്ക് യാതൊരു പങ്കുള്ളതല്ല. ഒഴിച്ചാൽ ഈ വാർഡിനകത്ത് ഒരു വികസന പ്രവർത്തനം, റോഡ് നന്നാക്കില്ല. ഇവിടെ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങൾ ഒരുപാടുണ്ട്. മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്ന ചില പ്രദേശങ്ങളെങ്കിലും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അങ്ങനെയുള്ള ചില സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്. കൗൺസിലർമാർ ഫോൺ വിളിച്ചാൽ എടുക്കില്ല. അങ്ങനെ ഒരു അവസ്ഥ കൂടെ ഉണ്ട്. കാരണം ജനങ്ങളുടെ ഒരു ആവശ്യത്തിനും ഇവർ കൂടെ നിൽക്കുകയോ അവരുടെ ആവശ്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയോ ചെയ്യുന്നൊരവസ്ഥ യഥാർത്ഥത്തിലില്ല. ജനങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കാളികളാവേണ്ട ആളാണ് കൗൺസിലർ. പക്ഷേ അതിന് ഇവിടെ കൗൺസിലർ കിട്ടാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും ചാല വാർഡിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ എല്ലാവർക്കും അറിയാം. ഒരു വ്യാപാര നഗരമാണ്, എല്ലാത്തിൻ്റെയും സ്ഥാപനങ്ങളുടെ ഹോൾസെയിൽ നഗരമാണ്. ചാലയിൽ വന്നാണ് എല്ലാവരും സാധനങ്ങളുടെ ഹോൾസെയിൽ സാധനങ്ങളൊക്കെ വാങ്ങുക. ചാലയിലെ വ്യാപാരികളുടെ മാത്രമല്ല തൊഴിലാളികളുടെ ഒരു കേന്ദ്രം കൂടിയാണ്. ഇടതുപക്ഷത്തിന് വലിയ വളക്കൂറുള്ള മണ്ണാണ്. ഇടയ്ക്ക് ഒന്ന് കൈമോശം വന്നു, അത് തിരിച്ചു പിടിക്കാൻ ഏറ്റവും പ്രാപ്തനായ ആളാണ്. ഞാൻ എസ് എ സുന്ദറിനെ കുറിച്ച് നേരത്തെ മുഖവരിയായി പറഞ്ഞു. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്ത് പറയുമ്പോൾ SFI കാലഘട്ടത്തിലെ പോരാട്ടത്തിൻ്റെ വീര്യം കൂടിയാണ് എസ് എ സുന്ദർ. ഈ വിളനില സമരമൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ ആ സമരത്തിനൊക്കെ തന്നെ നേതൃത്വം നൽകിയ നേതാവാണ്. ഈ പാർട്ടി എന്നുള്ള പരിചയം, വിഭജന സംഘടനയുടെ നേതൃത്വം വഹിച്ചതിൻ്റെ പരിചയം, ഒപ്പം തന്നെ പാർട്ടിയുടെ തുടർച്ചയായിട്ടുള്ള ഏരിയ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ ഈ പ്രദേശത്ത് ജനങ്ങൾക്കിടയിൽ അത്ര ബന്ധമുള്ള ഒരാളാണ്. അതെല്ലാം വോട്ടായി മാറുമോ? തീർച്ചയായും വോട്ടായി മാറും. കാരണം വെച്ചാൽ ഇവിടുത്തെ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഞാൻ അവരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ ഈ വികസനവുമായി ബന്ധപ്പെട്ടുള്ള മുരടിപ്പ് വന്നപ്പോൾ യഥാർത്ഥത്തിൽ പണ്ട് എരുമക്കുഴിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വേസ്റ്റുകൾ കുമിഞ്ഞുകൂടി കിടന്ന സ്ഥലമായിരുന്നു വെളുപ്പശാല പൂട്ടിയ സന്ദർഭത്തിൽ. ആ സമയത്ത് ഐസക്കിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ടീം വന്ന് ഞങ്ങൾ 3 ദിവസം 100-700 ആളുകൾ, തൊഴിലാളികളും ഇവിടുത്തെ കച്ചവടക്കാരും എല്ലാവരും കൂടെ ചേർന്നാണ് ആ എരുമക്കുഴി യഥാർത്ഥത്തിൽ വൃത്തിയാക്കിയത്. അപ്പോൾ അങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങളിലും ഇവിടുത്തെ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും നമ്മൾ നേരിട്ട് ഇടപെട്ട് നിൽക്കുന്ന ഒരവസ്ഥ യഥാർത്ഥത്തിലുണ്ട്. അതിൻ്റേതായ ഒരു അംഗീകാരം ഈ പ്രദേശത്തുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന്, ഈ ചാലക്കമ്പോളം യഥാർത്ഥത്തിൽ ഇപ്പം നിലച്ചു പോകുന്നൊരവസ്ഥയാണ്. പഴയ കമ്പോളമൊന്നുമല്ല. ഇപ്പം യഥാർത്ഥത്തിൽ ലോഡുകൾ വരുന്നതിൻ്റെ എണ്ണം കുറവാണ്. ഈ ചാലക്കമ്പോളത്തെ ആശ്രയിച്ചാണ് ഇവിടുത്തെ ജനങ്ങളുടെ മുഴുവൻ ജീവിതവും.
അപ്പോൾ ആ ജീവിതത്തെ ഒന്ന് പുനഃക്രമീകരിച്ച് പുനഃസ്ഥാപിക്കുക. പുതിയ കാലത്തിന്റെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഹോൾസെയിൽ വ്യാപാരം, വലിയ സൂപ്പർ മാർക്കറ്റുകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ വന്നു. സൂപ്പർ മാർക്കറ്റെല്ലാം വന്നപ്പോൾ യഥാർത്ഥത്തിൽ കച്ചവടം ഇപ്പോൾ ദിവസവും കുറഞ്ഞു വരുന്നൊരവസ്ഥയാണ്. ഇപ്പോൾ 50 മീറ്റർ അപ്പുറത്താണ് പത്മനാഭസ്വാമി ക്ഷേത്രമുള്ളത്. ആ ക്ഷേത്രത്തിലേക്ക് ലക്ഷക്കണക്കിന് ഭക്തർ ദിവസവും വരുന്നുണ്ട്. ആ ഭക്തരെ കൂടി യഥാർത്ഥത്തിൽ ടൂറിസ്റ്റുകളും വരുന്നുണ്ട്. അവരെ കൂടി നമുക്ക് ചാലയിലേക്ക് ആകർഷിക്കാൻ കഴിയത്തക്ക രൂപത്തിലൊരു വിശദമായ ഒരു പ്ലാനാണ് യഥാർത്ഥത്തിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിനുള്ള ദീർഘവീക്ഷണത്തോടെ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കും. ഉറപ്പായി നമ്മളൊരു വികസന പത്രിക തന്നെ ഇറക്കി. ആ പത്രിക തന്നെ ഇതാക്കാര്യങ്ങളെല്ലാം വ്യക്തമായി പറയുന്ന ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ അവരുടെ വിലപ്പെട്ട സമയമാണ്. ഇനി ഓരോ മണിക്കൂറുകൾ നിർണായകമാണ്. അവർക്കൊപ്പം തന്നെ പ്രവർത്തകരൊക്കെ ഒപ്പം ചേരുന്നുണ്ട്. പ്രവർത്തകരുടെ ആവേശം കൂടി നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കണം. എങ്ങനെയാണ് എസ് എ സുന്ദർ, എങ്ങനെയാണ് വിജയം? സുന്ദരണ്ണൻ ചാല പിടിച്ചു, സുന്ദരണ്ണൻ ചാലയിൽ വിജയിച്ചു. ഇതേ പറയാനുള്ളൂ. വനിതാ പ്രവർത്തകരടക്കമുണ്ട്. നമുക്കൊരു വനിതാ പ്രവർത്തകയോട് തന്നെ ചോദിക്കാം. എങ്ങനെ ചാലയിൽ എങ്ങനെ ചാല എങ്ങനെ സാധാരണ ജയിക്കും? 100% ഉറപ്പാണ്. ഈ എല്ലാ വീടുകളിലും പോകുമ്പോൾ ഒരു പൊതു അഭിപ്രായം കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഇവിടെ മുടങ്ങി കിടക്കുന്ന വികസനം അത് തിരിച്ചു പിടിക്കണമെന്നാണ് പൊതുവേ ജനങ്ങളുടെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും സുന്ദരണ്ണൻ വിജയിച്ചിരിക്കും, അതിൽ യാതൊരു മാറ്റവുമില്ല. തീർച്ചയായും ഈ നമ്മുടെ സ്ക്വാഡിൻ്റെ ഒരു പരിച്ഛേദം കാണാം. വനിതകളുണ്ട്, ഒപ്പം തന്നെ യുവാക്കളുണ്ട്, ഈ തൊഴിലാളികളുണ്ട്. അവരുടെയൊക്കെ ഒരു വലിയ തരത്തിലുള്ള ആവേശമാണ് എസ് എ സുന്ദർ എന്ന് പറഞ്ഞ കാൻഡിഡേറ്റ്. ആ കാൻഡിഡേറ്റ്ഷിപ്പ് തന്നെ ഈ ചാലയിൽ വലിയ മുൻതൂക്കം LDF ഉണ്ടാക്കിയിട്ടുണ്ട്. നഷ്ടപ്പെട്ടു പോയ ചാലയുടെ പ്രതാപം, LDFിൻ്റെ പ്രതാപം തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടത്തിലാണ് ചാല. ആ ചാലയിൽ നിന്നാണ് നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്.